الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أوصيكم أولا بتقوى الله عز وجل الله سبحانه وتعالى സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകളൊക്കെയും കഴിവിൻ്റെ പരമാവധി പാലിച്ചുകൊണ്ടും തന്നെ മരണം വരെയും ജീവിക്കാൻ പരിശ്രമിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കുമേകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടികളിൽ ഒരു വിഭാഗമായ മനുഷ്യർക്ക് ആ സ്രഷ്ടാവ് ഇഷ്ടപ്പെടും പ്രകാരം എങ്ങനെയാണ് ഈ ഭൂമി ലോകത്ത് ജീവിക്കേണ്ടതെന്ന് കൃത്യമായി അറിയിച്ചു തന്നിട്ടുണ്ട്. സൃഷ്ടികളെ സൃഷ്ടിച്ച സ്രഷ്ടാവാണ് കാര്യങ്ങളിൽ ഏതാണ് നന്മയെന്നും തിന്മയെന്നും വേർതിരിച്ച് പറഞ്ഞു തരാൻ ഏറ്റവും അർഹൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചില കാര്യങ്ങളെ ഇതാണ് നന്മ എന്നും
നമുക്ക് ചില കാര്യങ്ങളെ ഇതൊക്കെയാണ് തിന്മ എന്നും അറിയിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുരുക്കം അള്ളാഹു പറഞ്ഞ ഈ നന്മകളിലൂടെ ജീവിതം ക്രമീകരിക്കാനാണ്. ആ തിന്മകൾ ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കാനാണ്. തിന്മകൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ആണ് അള്ളാഹു നമ്മോട് ആവശ്യപ്പെട്ടതെങ്കിലും നമ്മുടെ ദുർബലത കൊണ്ട് ചിലപ്പോഴെങ്കിലും അറിയാതെ ചില തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകാറുണ്ട്. എന്താണ് അതിനുള്ള പരിഹാരം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, കുല്ലു ബനി ആദമ ഖത്താഊൻ, ആദം സന്തതികളൊക്കെയും തിന്മ ചെയ്യുന്നവരാണ്. ഖാത്തി എന്ന് പറഞ്ഞാൽ മതി, തിന്മ ചെയ്യുന്നവൻ. ഖത്താ ചെയ്യുന്നവൻ ഖാത്തി. പക്ഷെ ഖത്താ എന്ന് പറഞ്ഞു, ഖത്താ എന്ന് പറഞ്ഞാൽ ധാരാളം തിന്മ ചെയ്യുന്നവനാണ്. മനുഷ്യ സന്തതികൾ തിന്മ ചെയ്യുന്നവരാണ് എന്നല്ല, ധാരാളം തിന്മ ചെയ്യുന്നവർ. കസ്റത്തുൽ ഖത്താ, ധാരാളം തിന്മ സംഭവിക്കുന്നവരാണ് ആദം സന്തതികൾ. അപ്പോൾ മനുഷ്യർക്ക് എല്ലാവർക്കും തെറ്റ് പറ്റും. മലക്കുകളെ സംബന്ധിച്ചിടത്തോളം ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ, അവരുടെ അടുത്ത് അള്ളാഹു എന്താണ് കൽപ്പിച്ചത് അതിലൂടെ ഒരു പോളും അള്ളാഹുവിനെ ധിക്കരിക്കൂല. അത് മലക്കുകളുടെ ഒരു വിശേഷണം. മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. മനുഷ്യന്മാർക്ക് വീഴ്ചകൾ സംഭവിക്കും, തിന്മകൾ സംഭവിക്കും. അപ്പോൾ മുഴുവൻ മനുഷ്യരും തെറ്റ് ചെയ്യുന്നവരാണെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്കതിൽ നന്മയുള്ളവരുടെ കൂട്ടത്തിൽ, നല്ലവരുടെ കൂട്ടത്തിൽ, ഖൈറുള്ളവരുടെ കൂട്ടത്തിൽ കൂടിച്ചേരണം. തിന്മ എന്തായാലും സംഭവിക്കും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ബാക്കി ഹദീസ് നോക്കിയാൽ വഖൈറുൽ ഖത്താഈൻ അത്തവ്വാബൂൻ, തിന്മ ചെയ്യുന്നവരിൽ ഖൈറായവർ ആരാണ്? തിന്മ ചെയ്യുന്നവരിലും ഖൈറായവർ. അതെ, തിന്മ ചെയ്യുന്നവരിൽ ഖൈറായവർ. വഖൈറുൽ ഖത്താഈൻ അത്തവ്വാബൂൻ, തിന്മ ചെയ്യുന്നവരിൽ നല്ലവരാണ്, തൗബ ചെയ്ത് മടങ്ങുന്നവരാണ്, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാണ്, ചെയ്ത പാപത്തെക്കുറിച്ച് വിഷമിക്കുന്നവരാണ്, അതിൽ വേദന തോന്നുന്നവരാണ്, അതിൽ പശ്ചാത്തപിച്ച് അള്ളാഹുവിനോട് സത്യസന്ധമായി ഖേദിച്ച് മടങ്ങുന്നവരാണ് തിന്മ ചെയ്യുന്നവരിൽ ഉത്തമർ. അപ്പൊ തൗബ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് നിർബന്ധമായും ഉണ്ടാകേണ്ട ഒരു വിശേഷണമാണ്. തായിബ്, പശ്ചാത്തപിക്കുക എന്നതിൻ്റെ വിധി വാജിബാണ്. കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ തവക്കുലിനെ പറ്റി സംസാരിച്ചു. തവക്കുലിൻ്റെ വിധി വാജിബാണ്, നിർബന്ധമാണ്. അതുപോലെ തൗബ ചെയ്യുക എന്നുള്ളത് ഓരോ മുസ്ലിമിൻ്റെ മേലും വാജിബാണ്. ഇമാം ഖുർത്തുബി റഹിമഹുള്ളയുടെ ഖുർആൻ വ്യാഖ്യാനത്തിൽ നമുക്ക് കാണാം, അംറും ബിത്തൗബതി വഹിയ ഫർദുൻ അലൽ അഅയാനി ഫീ കുല്ലിൽ അഹ്വാലി വകുല്ലിൽ അസ്മാൻ. തൗബ ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ അള്ളാഹു തൗബ ചെയ്യാൻ കൽപ്പിച്ചത്, അതിൻ്റെ ആ കൽപ്പന തൗബ ചെയ്യുക എന്നുള്ളത് ഫർദുൻ അലൽ അഅയാൻ, ഓരോ വ്യക്തിയുടെ മേലും നിർബന്ധമാണ്, ഫർദാണ്. ഫീ കുല്ലിൽ അഹ്വാലി വകുല്ലിൽ അസ്മാൻ, എല്ലാ കാലഘട്ടത്തിലും എല്ലാ സമയത്തിലും തൗബ ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 66-ാം അധ്യായം സൂറത്തുൽ തഹ്രീം, അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ, അല്ലയോ സത്യവിശ്വാസികളെ, ഈമാനുള്ളവരെ, മുഅ്മിനീങ്ങളെ, തൂബു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങണം. അള്ളാഹു ആരെയാണ് വിളിച്ച് പറഞ്ഞത്? അയ്യുഹൽ ഖാത്തിഊൻ എന്നല്ല അള്ളാഹ് വിളിച്ചത്, അയ്യുഹൽ ളാലിമൂൻ എന്നല്ല അള്ളാഹ് വിളിച്ചത്. ഹേ അക്രമികളെ എന്നല്ല, ഹേ തിന്മ ചെയ്യുന്നവരെ എന്നല്ല. ഏറ്റവും നല്ല വിളിയാണ് അള്ളാഹു വിളിച്ചത്. ഏറ്റവും നല്ല നാമം കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സംബോധന ചെയ്തത്. എന്താ? അല്ലദീന ആമനു, ഈമാനുള്ളവരെ, മുഅ്മിനീങ്ങളെ, തൂബു ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണം. അപ്പോൾ മുഅ്മിനീങ്ങളെല്ലാവരും തൗബ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. തൗബതൻ നസൂഹ,
നിഷ്കളങ്കമായ പശ്ചാത്താപം, തിരിച്ച് തെറ്റിലേക്ക് പോകൂല എന്ന് ദൃഢനിശ്ചയം ചെയ്തുകൊണ്ടുള്ള പശ്ചാത്താപം, അത് ചെയ്യാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ മുഅ്മിനീങ്ങളോടും കൽപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു കഴിഞ്ഞു. അപ്പോൾ ആ കൽപ്പന സ്വീകരിക്കാൻ നാം ഓരോ സത്യവിശ്വാസിയും ബാധ്യസ്ഥരാണ്. 49-ാം അധ്യായം സൂറത്തുൽ ഹുജറാത്തിന്റെ 11-ാം വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമൻ ലം യതുബ്, ആര് തൗബ ചെയ്യുന്നില്ലയോ, ഫഉലൈക ഹുമുസ് സാലിമൂൻ, അവർ നിശ്ചയമായി അവരെന്താണ്, അക്രമികളുടെ കൂട്ടത്തിലാണ്. ഇതിൻ്റെ വിശദീകരണത്തിൽ ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, മുഴുവൻ ജനങ്ങളെയും നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഫന്നാസു ഖിസ്മാൻ, ജനങ്ങൾ രണ്ട് ടീമാണ്, രണ്ട് വിഭാഗക്കാരാണ്. ഒന്ന് ളാലിമുൻ ലിനഫ്സിഹി ഗൈറു തായിബിൻ, സ്വന്തം നഫ്സിനോട് അക്രമം ചെയ്ത പശ്ചാത്തപിക്കാത്ത മനുഷ്യൻ, ജീവിതത്തിൽ പശ്ചാത്താപം ഇല്ലാത്ത മനുഷ്യൻ, അവൻ അവൻ്റെ സ്വന്തം നഫ്സിനോട് അക്രമം ചെയ്തവനാണ്. അങ്ങനെ ഒരു ടീം. മറ്റവരോ വതായിബുൻ മുഫ്ലിഹുൻ, അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങി വിജയിച്ച മനുഷ്യൻ. വലാ സമ്മ ഖിസ്മുൻ സാലിസുൻ ഗൈറുഹുമ, ഇതല്ലാത്ത മൂന്നാമത്തൊരു ഖിസ്മ ജനങ്ങളുടെ ഇടയിൽ ഇല്ല. അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്ന ഒരു ടീമും അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങാതെ സ്വന്തം നഫ്സിനോട് അക്രമം ചെയ്തവരും. നമ്മൾ തീരുമാനിച്ചാൽ മതി നമ്മൾ ഈ കൂട്ടരിൽ ഏത് കൂട്ടരിലാണ് ഉൾപ്പെടേണ്ടത് എന്ന്. നമുക്ക് ഉത്തമമായ മാതൃകയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശോധിച്ചാൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, തൂബു ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുലേക്ക് തൗബ ചെയ്തു മടങ്ങണം. ഫഇന്നി അതൂബു ഫിൽ യൗമി ഇലൈഹി മിഅത മറ, ഞാൻ ഒരു ദിവസം അള്ളാഹുവിലേക്ക് 100 തവണ അള്ളാഹുവിലേക്ക് ഞാൻ പശ്ചാത്തപിച്ചു മടങ്ങും. അതൂബു ഇലൈഹി ഫിൽ യൗം, ഒരു ദിവസം, മിഅത മറ. ആരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ഖിയാമത്ത് നാൾ വരെ ഇനി വരാനിരിക്കുന്ന മനുഷ്യർക്കുള്ള പ്രവാചകനാണ്. ലിയഗ്ഫിറ ലക്കല്ലാഹു മാ തഖദ്ദമ മിൻ ദൻബിക വമാ തഅഖർ, ഇനി വരാനിരിക്കുന്നതും മുമ്പ് കഴിഞ്ഞതുമായ മുഴുവൻ പാവങ്ങളും പൊറുക്കപ്പെട്ടു എന്ന് സന്തോഷാർത്ഥം അറിയിക്കപ്പെട്ട റസൂൽ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം 100 തവണ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുമെന്നാണ്. മറ്റൊരു റിവായത്തിൽ കാണാം, വല്ലാഹി ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി ഫിൽ യൗമി അക്സറ മിൻ 70 മറ, 70-ലധികം തവണ ഒരു ദിവസം ഞാൻ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനെങ്കിലും കുറഞ്ഞത് ഒരു 100 തവണ നമ്മൾ സുന്നത്ത് ഇസ്തിഗ്ഫാർ ചൊല്ലണം. ഒരു 70 തവണ ഒരു ഇസ്തിഗ്ഫാർ നമ്മൾ ചൊല്ലണം, ആ സുന്നത്ത് പകർത്താനെങ്കിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തിന്മയും ജീവിതത്തിൽ സംഭവിക്കാതെ ജീവിതം അത്രയും സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 100 തവണ ചൊല്ലുമെങ്കിൽ നമ്മൾ ഓരോരുത്തരും എത്ര കണ്ട് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണം? അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ തഖ്വയുള്ളവരുടെ അടയാളമായി പറഞ്ഞത് അൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ എന്നാണ്. ഇടയത്താഴത്തിൻ്റെ സമയം, സുഹൂറിൻ്റെ സമയം അവർ ഇസ്തിഗ്ഫാറിലായിരിക്കും. അത്താഴത്തിൻ്റെ സമയം അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാണ് തഖ്വയുള്ളവർ എന്നാണ് 3-ാം അധ്യായം സൂറത്ത് ആലി ഇമ്രാനിൻ്റെ 15-16 ആയത്തുകളിലൂടെ അള്ളാഹു പറഞ്ഞത്. അപ്പോൾ നിർബന്ധ ബാധ്യതയാണ് ഒരു മുസ്ലിം അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക, തൗബ ചെയ്യുക എന്നുള്ളത്. അതിനു പുറമെ എന്തൊക്കെ വാഗ്ദാനങ്ങളാണ്, ഓഫറുകളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തൗബ ചെയ്യുന്നവർക്ക്, ഇസ്തിഗ്ഫാർ ചെയ്യുന്നവർക്ക് വെച്ചിരിക്കുന്നത്. നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾക്ക് അള്ളാഹു മഴ വർഷിപ്പിച്ചു തരും. യുർസിലി സമാഅ അലൈക്കും മിദ്റാറ, ഇസ്തിഗ്ഫാർ നിങ്ങൾ അധികരിപ്പിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരും. 71-ാം അധ്യായം സൂറത്ത് നൂഹിൻ്റെ 11-ാമത്തെ ആയത്താണ്. 12-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വയുംദിദുകും ബിഅംവാലിൻ വബനീൻ, നിങ്ങൾക്ക് ധനം, സ്വത്തുക്കൾ, സന്താനങ്ങളെ കൊണ്ട് അള്ളാഹു നിങ്ങളെ പോഷിപ്പിക്കും. നിങ്ങൾക്കവൻ തോട്ടങ്ങൾ ഉണ്ടാക്കി തരികയും നിങ്ങൾക്കവൻ അരുവികൾ ഉണ്ടാക്കി തരികയും ചെയ്യും. സമ്പത്ത് കൂടാൻ, സന്താനങ്ങൾ വർദ്ധിക്കാൻ, അനുഗ്രഹീതമായ മഴ ലഭിക്കാൻ ഒക്കെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നുള്ളത് കാരണമാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. സൂറത്ത് നൂഹ് 71-ാം അധ്യായമാണ്, അതിൻ്റെ 11-12 വചനങ്ങളാണ്.
അമാനി തഫ്സീർ എടുത്ത് അതിൻ്റെ വിശദീകരണം വായിച്ചാൽ തന്നെ ഇതിൻ്റെ ഒരു കൂടുതൽ ഉദ്ദേശം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇമാം ഹസനുൽ ബസ്രി റഹിമഹുള്ളയുടെ അടുക്കൽ 3 ആൾക്കാർ വന്ന് 3 വിഷയത്തിൽ പരാതി പറയുന്ന ഒരു ചരിത്രമുണ്ട്. ഒരാൾ വന്ന് അദ്ദേഹത്തിന് ക്ഷാമം ബാധിച്ചതിനെ പറ്റിയാണ് പരാതി പറഞ്ഞത്. മറ്റൊരാൾ വന്നിട്ട് സന്താനങ്ങളുടെ കുറവിനെയും ദാരിദ്ര്യത്തെയും പറ്റിയാണ് പരാതി പറഞ്ഞത്. മറ്റൊരാൾ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ തോട്ടങ്ങളെല്ലാം ഉണങ്ങിപ്പോയി എന്നതിനെ സംബന്ധിച്ചാണ് സങ്കടം പറഞ്ഞത്. 3 പേരോടും ഇമാം ഹസനുൽ ബസ്രി റഹിമഹുള്ള പറഞ്ഞത് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാനാണ്, അള്ളാഹുവിനോട് പാപമോചനം അധികരിപ്പിക്കാനാണ്. 71-ാം അധ്യായം സൂറത്ത് നൂഹിൻ്റെ ഈ 11, 12, 13 വചനങ്ങൾ അതിന് തെളിവാണ്. ആദ് നബി, ഹൂദ് നബി ആദ് സമുദായത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ച പ്രവാചകൻ ആ സമുദായത്തിനോട് പറയുന്ന ഭാഗം അള്ളാഹു സുബ്ഹാനഹു വ തആല 11-ാം അധ്യായം സൂറത്ത് ഹൂദിൻ്റെ 52-ാം വചനത്തിലൂടെ പറയുന്നുണ്ട്. വയാ ഖൗം, അല്ലയോ സമൂഹമേ, ഇസ്തഗ്ഫിറു റബ്ബക്കും സുമ്മ തൂബു ഇലൈഹി, നിങ്ങൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങണം. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, അള്ളാഹു സുബ്ഹാനഹു വ തആല സമൃദ്ധമായി നിങ്ങൾക്ക് മഴ അയച്ചു തരും. വയസീദുക്കും ഖുവതൻ ഇലാ ഖുവതിക്കും, നിങ്ങളുടെ ശക്തിയിലേക്ക് അവൻ കൂടുതൽ ശക്തി ചേർത്തി തരും, ശക്തി വർദ്ധിക്കും. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ വയസീദുക്കും ഖുവതൻ ഇലാ ഖുവതിക്കും, നിങ്ങളുടെ ശക്തിയെ അള്ളാഹു വർദ്ധിപ്പിച്ചത്. ആരോടാണ് പറഞ്ഞത്? ആദ് സമുദായം. സമുദായങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശക്തിയുള്ള സമുദായക്കാരെ വിശേഷിപ്പിച്ചവരാണ് ആദ് സമുദായം. അവരോടാണ് ഹൂദ് നബി പറയുന്നത്, നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ നിങ്ങളുടെ ശക്തി അള്ളാഹു സുബ്ഹാനഹു വ തആല അധികരിപ്പിച്ചു തരും എന്ന്. പിന്നെ അതേ സൂറത്ത് ഹൂദിൻ്റെ തന്നെ 3-ാമത്തെ ആയത്തിൽ കാണാം, വഅനിസ്തഗ്ഫിറു റബ്ബക്കും സുമ്മ തൂബു ഇലൈഹി യുമത്തിഅകും മതാഅൻ ഹസനൻ ഇലാ അജലിൻ മുസമ്മ. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുകയാണെങ്കിൽ, ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് നല്ല സൗഖ്യം അനുഭവിക്കുമെന്നാണ്. മതാഅൻ ഹസന, നല്ല സൗഖ്യം അനുഭവിപ്പിക്കും ദുനിയാവിൽ. പിന്നെയോ ആഖിറത്തിൽ വയുതി കുല്ലദി ഫദ്ലിൻ ഫദ്ലഹു, ഉദാര മനസ്ഥിതിയുള്ള എല്ലാവർക്കും തങ്ങളുടെ ഉദാരതയ്ക്കുള്ള പ്രതിഫലം അള്ളാഹു നൽകും. എവിടെ? അത് പരലോകത്ത്. വയുതി കുല്ലദി ഫദ്ലിൻ ഫദ്ലഹു, ഉദാര മനസ്ഥിതി ഉള്ള എല്ലാവരുടെയും അവരുടെ ഉദാരതയ്ക്ക്, അവരുടെ ഫദ്ലിന് അള്ളാഹു പ്രതിഫലം നൽകും പരലോകത്ത്. ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സൗഖ്യം നൽകും. പിന്നെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, തൂബ, മംഗളം, സന്തോഷ വാർത്ത, അല്ലെങ്കിൽ സ്വർഗത്തിൽ ഒരു മരം ആണ് തൂബ എന്നതുകൊണ്ട് ഉദ്ദേശം എന്ന് വിശദീകരണങ്ങളിലും കാണാം. തൂബ ലിമൻ വുജിദ ഫീ സ്വഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറ, ആരുടെ സ്വഹീഫത്തിലെ ഏടിലാണ് ധാരാളം ഇസ്തിഗ്ഫാർ കാണുന്നത് അവന് മംഗളം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൂബ, ആ തൂബ പറഞ്ഞവരുടെ കൂട്ടത്തിൽ ഒരാളായി ഞാൻ മാറാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ സഹോദരങ്ങളെ? മരിച്ചു പോകുമ്പോൾ എന്നാണ് മരിക്കുക എന്ന ഗ്യാരണ്ടി ഇല്ലാതെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ മരിക്കാം. നീ ഖുതുബ കഴിയുന്നത് വരെ നമ്മളിങ്ങനെ ഇരിക്കുമോ എന്നുള്ളൊരു ഗ്യാരണ്ടി പോലും ഇല്ലാതെ തവക്കുലായി ജീവിക്കുന്നവരാണ് നമ്മൾ. എപ്പോൾ മരിച്ചു പോയാലും ഒരു തിന്മ പോലും എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ച ഒരു തിന്മ പോലും പൊറുക്കപ്പെടാത്ത അവസ്ഥയിൽ ഞാൻ മരിക്കരുത് എന്ന് ആഗ്രഹിക്കാത്ത ഏത് സത്യവിശ്വാസിയാണുള്ളത്? ഞാൻ മരിക്കുമ്പോൾ എൻ്റെ എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുത്ത അവസ്ഥയിലാണ്. തിന്മയുടെ വിഷയത്തിൽ ഒരു ഉമ്മാടെ വയറ്റിൽ നിന്ന് പ്രസവിച്ചപ്പോൾ ഞാൻ എങ്ങനെയായിരുന്നോ അതുപോലെ എനിക്ക് എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ പറ്റണം, അതുപോലെ ഈ ദുനിയാവിൽ നിന്ന് ഞാൻ വിട പറയണം എന്ന് ആഗ്രഹിക്കാത്ത ഏതൊരു മുഅ്മിനാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്? അങ്ങനെ ഒരു ആഗ്രഹ സഫലീകരണം നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ നമ്മളെല്ലാ ദിവസവും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാകണം. എല്ലാ ദിവസവും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാകണം. ഒരിക്കലും തൗബ ചെയ്യുക എന്നുള്ളത് അത് തിന്മ ചെയ്യുന്നവർക്ക്, മദ്യപാനികൾക്ക്, വ്യഭിചരിക്കുന്നവർക്ക് മറ്റു മാത്രം ക്ലിപ്തപ്പെടുത്ത ഒന്നല്ല. അവരെന്തായാലും 5 നേരം നിസ്കരിക്കുന്നവനും തൗബ ചെയ്യാൻ ആവശ്യക്കാരനാണ്. ഒരിക്കലും 5 നേരം നിസ്കരിക്കുന്നവനും മദ്യപാനിയും ഒരുപോലെയാണെന്നല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ മനസ്സിലായി, കുല്ലു ബനി ആദമ ഖത്താഊൻ, എല്ലാവരിലും
എല്ലാ മനുഷ്യരിലും തിന്മ സംഭവിക്കും, കുറവുകളുണ്ടാവും. അപ്പോൾ പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാണ് ഏറ്റവും അള്ളാഹുവിലേക്ക് ഖൈറായവർ എന്നാണ്. നമ്മുടെ നിസ്കാരം, നന്മ ചെയ്യുന്നവർ നന്മ ചെയ്തതിന് ശേഷം ഉള്ള സുന്നത്തായ പ്രാർത്ഥനകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ഇസ്തിഗ്ഫാർ വെച്ചതായിട്ട് പല പല സന്ദർഭങ്ങളിൽ. ഇപ്പം നിസ്കാരം, 5 നേരത്തെ നിസ്കാരം കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞ കാര്യങ്ങളിൽ ദിക്റുകളിൽ എന്തുണ്ട്? അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. നിസ്കരിച്ചതിൻ്റെ ശേഷമാണ്. നിസ്കാരം നന്മയാണ്. എന്നിട്ട് എന്താ നിസ്കാരത്തിന് ശേഷം അസ്തഗ്ഫിറുല്ലാഹ്? അത് നിസ്കരിച്ചാലും എല്ലാ നിബന്ധനകളും പൂർണ്ണമുള്ള എല്ലാം ഒത്തിണങ്ങി പൂർണ്ണമായി നമുക്ക് കഴിയൂല, കുറവുകളുണ്ടാവും, എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടാകും. ഒരു സദസ്സിൽ നിന്ന് എഴുന്നേറ്റാൽ എന്താ? സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. നന്മയുടെ സദസ്സിൽ നിന്ന് എഴുന്നേറ്റാൽ, അള്ളാഹുവിനെ ഓർക്കാനിരുന്ന സദസ്സിൽ നിന്ന് എഴുന്നേറ്റാൽ, ഖുർആൻ പാരായണം ചെയ്യുന്ന സദസ്സിൽ നിന്ന് എഴുന്നേറ്റാൽ എന്താ പ്രാർത്ഥന? സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അവിടെ ഇസ്തിഗ്ഫാറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗ്ഫാർ ദിവസവും ചെയ്ത പ്രവാചകൻ. ആയിഷ റളിയല്ലാഹു അൻഹ പണ്ഡിതയാണ്. ആയിഷ റളിയല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റമദാനിൽ അവസാനത്തെ 10, റമദാൻ മാസം, പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ, അതിൽ അവസാനത്തെ 10 രാവ്, ഏറ്റവും ശ്രേഷ്ഠതയുള്ള 10 രാവ്, അതിലെ ലൈലത്തുൽ ഖദർ, ആ ലൈലത്തുൽ ഖദറിൽ എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? നീ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ പാപം പൊറുക്കുന്നവനാണ്, പാപം പൊറുക്കുന്നതിനെ നീ ഇഷ്ടപ്പെടുന്നവനാണ്, അതുകൊണ്ട് അല്ലാഹുവേ ഫഅഫു അന്നി, നീ എനിക്ക് പുറത്തു തരണമേ എന്ന്. ഏറ്റവും നന്മകൾ ചെയ്ത് മാക്സിമം ജീവിതത്തിൽ നിന്ന് തിന്മകൾ ഇല്ലാതാക്കി അങ്ങേയറ്റ നന്മകൾ ചെയ്തതിൻ്റെ അവസാന സന്ദർഭത്തിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പ്രാർത്ഥിക്കാനാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഔലിയാക്കളിൽ ഒന്നാമൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിനോട് ഏറ്റവും സാദൃശ്യമുള്ള സഹാബി, ജാഹിലിയ കാലത്തിൽ പോലും ശിർക്ക് ചെയ്യാത്ത സഹാബി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, റസൂലേ, നിസ്കാരത്തിൻ്റെ അവസാനത്തിൽ പ്രാർത്ഥിക്കാൻ എനിക്കൊരു പ്രാർത്ഥന പറഞ്ഞു തരണം. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി വലംതു നഫ്സി ദുൽമൻ കസീറ, ഞാൻ എൻ്റെ സ്വന്തം നഫ്സിനോട് ഒരുപാട് അക്രമം, തിന്മ ചെയ്യുന്നുണ്ട്. ഫഗ്ഫിർലി, അതുകൊണ്ട് റബ്ബേ നീ എനിക്ക് പാപം പുറത്തു തരണേ. ഫഗ്ഫിർലി, എനിക്ക് പാപം പുറത്തു തരണേ. പാപമോചനത്തിനാണ് പറയണം, പാപമോചനം ചോദിക്കാനാണ് പറയണം. അപ്പോൾ സഹോദരങ്ങളെ, തൗബ ചെയ്യാതിരിക്കുക എന്നൊരവസ്ഥ ഒരു സത്യവിശ്വാസിക്ക് ഇല്ല. ജീവിതത്തിൽ കഴിയുന്ന സന്ദർഭങ്ങളിലൊക്കെയും, ഓർമ്മയിൽ സന്ദർഭങ്ങളിലൊക്കെയും ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാനാണ്, അള്ളാഹുവിൻ്റെ ദിക്റിലായി ജീവിക്കാനാണ്. നമ്മുടെ മുൻഗാമികളുടെ മാതൃക അള്ളാഹുവിനെ ദിക്റെടുക്കുന്നതിനെ തൊട്ട് അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കുന്നതിനെ കുറിച്ച് കുറച്ചെങ്ങാനും അശ്രദ്ധരായാൽ അവർ ധാരാളം ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുമായിരുന്നു എന്നാണ്. അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാനും, അള്ളാഹുവിൻ്റെ കോപം, അള്ളാഹുവിൻ്റെ അതൃപ്തി വരാത്ത രൂപത്തിൽ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും കൊണ്ടുപോകാൻ അവർ പരിശ്രമിക്കും. എവിടെയെങ്കിലും എന്തെങ്കിലും അറിയാത്ത രൂപത്തിൽ അശ്രദ്ധ വന്നാൽ ആ നന്മകളിൽ നിന്നൊന്ന് പിന്നോട്ട് പോയാൽ തന്നെ അവർ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുമെന്ന് ആയിരുന്നു എന്നാണ്. ആണ് നമ്മുടെ മുൻഗാമികളുടെ മാതൃക. അപ്പോൾ ആ രൂപത്തിൽ ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ച് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്ന നല്ല അടിയാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله وصحبه أجمعين أما بعد أوصيكم ثانيا بتقوى الله عز وجل. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ നിയമനിർദ്ദേശങ്ങളൊക്കെയും കഴിവിൻ്റെ പരമാവധി പാലിച്ചുകൊണ്ടും തന്നെ മരണം വരെയും ജീവിക്കാൻ പരിശ്രമിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം ഉമ്മത്തിന്
ശിക്ഷ ഇറങ്ങാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തന്ന 2 നിർഭയത്വങ്ങളുണ്ട്. എട്ടാം അധ്യായം സൂറത്തുൽ അൻഫാലിൻ്റെ 33-ാം ആയത്തിൽ കാണാം, വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിൽ ഉണ്ടായിരിക്കെ അള്ളാഹു അവരെ അല്ലെങ്കിൽ അള്ളാഹു നമ്മെ ശിക്ഷിക്കുന്നതല്ല. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും, അള്ളാഹു ശിക്ഷിക്കൂല, അള്ളാഹു ശിക്ഷ ഇറക്കൂല. വഅൻത ഫീഹിം, താങ്കൾ അവരിലുള്ളപ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലുള്ളപ്പോൾ. പിന്നെയോ വമാ കാന അല്ലാഹു മുഅദ്ദിബഹും, അള്ളാഹു അവരെ ശിക്ഷിക്കുന്നതല്ല. വഹും യസ്തഗ്ഫിറൂൻ, അവർ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്ന കാലത്തോളം അള്ളാഹു അവർക്ക് ശിക്ഷ ഇറക്കൂല. ഇതിൻ്റെ വിശദീകരണത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കാന ഫീഹിം അമാനാൻ, മുസ്ലിം ഉമ്മത്തിൽ 2 അമാനുണ്ട്, 2 നിർഭയത്വങ്ങൾ. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഒരു നിർഭയത്വം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുക ആ ഉമ്മത്തിന് ശിക്ഷ ഇറങ്ങൂല. ഫദഹബ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്നാമത്തെ അമാൻ, ഒന്നാമത്തെ നിർഭയത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പോയി. വബഖിയ ഫീഹിം അൽ ഇസ്തിഗ്ഫാർ, ഇനി അവരിൽ ബാക്കിയുള്ളത് പാപമോചനം, ഇസ്തിഗ്ഫാർ എന്ന അമാൻ മാത്രമാണ് എന്നാണ്. അപ്പോൾ ആ ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ ഇറക്കൂല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മൾ അശ്രദ്ധമായി കഴിയുന്ന പല സമയങ്ങളും ഒന്ന് ശ്രദ്ധ കൊടുത്താൽ തന്നെ ധാരാളം ഇസ്തിഗ്ഫാർ മനസ്സിൽ തട്ടി നമുക്ക് ജീവിതത്തിൽ നമ്മുടെ ഏടിൽ നാളെ പരലോകത്തുമ്പോൾ നമുക്ക് അധികരിപ്പിക്കാൻ കഴിയും. വീട്ടിലേക്ക് പോകുന്ന ഒരു 300 മീറ്റർ എന്തിനാണ് നമ്മൾ വേറെ ഒരു പണിയുമില്ലാതെ അശ്രദ്ധമായി പോകുന്നത്? നമ്മളെന്ത് വാഹനത്തിൽ പോകുന്നവരായിക്കോട്ടെ, നടന്നു പോകുന്നവരായിക്കോട്ടെ, ഏത് രൂപത്തിൽ പോകുന്നവരായി, ഒന്ന് ശ്രദ്ധ കൊടുത്താൽ, നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാൻ പറ്റും. നമ്മൾ വിചാരിക്കാത്തത്ര എണ്ണം ഇസ്തിഗ്ഫാർ നമ്മുടെ ജീവിതത്തിൽ അധികരിപ്പിക്കാൻ ശ്രദ്ധയുണ്ടായാൽ മതി, അശ്രദ്ധനാകാതിരുന്നാൽ മതി, പ്രാധാന്യം കൊടുത്താൽ മതി, ജീവിതത്തിൽ സംഭവിക്കുന്ന തിന്മകളെ നിസ്സാരവൽക്കരിക്കാതിരുന്നാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ, കുല്ലു ബനി ആദമ ഖത്താഊൻ വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ എന്ന ഹദീസൊക്കെ ഒരിക്കലും നമുക്ക് തിന്മകൾ ധാരാളം ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനമായി നമ്മൾ മനസ്സിലാക്കരുത്. എല്ലാ മനുഷ്യർക്കും തെറ്റ് സംഭവിക്കുമല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് സ്വാഭാവികമാണ്, അങ്ങനെ നിസ്സാരവൽക്കരിക്കാനല്ല ഹദീസുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറിച്ച് പറ്റിപ്പോയ തെറ്റുകളിൽ നിന്ന് എത്രയും വേഗം അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാനാണ് അതുപോലുള്ള ഹദീസുകൾ നമ്മുടെ ജീവിതത്തിൽ ഗുണപാഠമായി എടുക്കേണ്ടത്. ഇസ്തിഗ്ഫാർ ധാരാളം അധികരിപ്പിക്കുക, തസ്ബീഹും തഹ്മീദും ധാരാളം നമ്മൾ അധികരിപ്പിക്കുക. ഇമാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അയ്യുഹുമ അൻഫഉ ലിൽ അബ്ദി അത്തസ്ബീഹ് അമിൽ ഇസ്തിഗ്ഫാർ, പാപമോചനമാണോ അതല്ല സുബ്ഹാനല്ലാഹ് തസ്ബീഹ് ചൊല്ലലാണോ ഒരു അടിമയ്ക്ക് ഏറ്റവും ഉപകാരപ്രദം? എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞ മനോഹരമായൊരു മറുപടിയുണ്ട്, ഇദാ കാന സൗബു നഖിയ്യുൻ ഫൽബുഹൂറു അൻഫഉ ലഹു, ഒരു വസ്ത്രം അത് നല്ല വൃത്തിയുള്ളതാണ്, ശുദ്ധിയുള്ളതാണ് എങ്കിൽ പിന്നെ അതിന് നല്ലത് അതിന് അത്രടിക്കലാണ്, നല്ല സുഗന്ധം പൂശലാണ്. വൈദാ കാന സൗബു ദനസൻ ഫസ്സാബൂനു അൻഫഉ ലഹു, ഒരു വസ്ത്രം അത് ചെളി പുരണ്ടതാണ് എങ്കിൽ അതിനേറ്റവും നല്ലത് അത് സോപ്പിട്ട് അതിനെ കഴുകലാണ്. ഫസ്സാബൂൻ അൻഫഉ ലഹു, അതിന് ഏറ്റവും നല്ലത് അപ്പോൾ തിന്മകൾ ജീവിതത്തിലുണ്ട് എങ്കിൽ ഇസ്തിഗ്ഫാറിനെയാണ് അധികരിപ്പിക്കേണ്ടത് എന്ന ഒരു ആശയം വരുന്ന ഹദീസാണ്. അപ്പോൾ അത് നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ രണ്ടും ഇസ്തിഗ്ഫാർ ആയാലും തസ്ബീഹ് ആയാലും മാറി മാറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ചര്യ അതാണല്ലോ, രണ്ടും മാറി മാറി അധികരിപ്പിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. തിന്മകളിലേക്ക് അടുക്കുമ്പോൾ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയം, നരകത്തെക്കുറിച്ചുള്ള ഭയം നമ്മൾ അധികരിപ്പിക്കണം, അതിൻ്റെ ഓർമ്മയെ വർദ്ധിപ്പിക്കണം. ആരോടാണ് നമ്മൾ ചെയ്യുന്ന തിന്മ, ആരോടാണ് നമ്മൾ തിന്മ ചെയ്യുന്നത് എന്നുള്ള ഓർമ്മ ചിന്ത നമുക്ക് വേണം. ചെയ്യുന്ന തിന്മയുടെ വലിപ്പവും ചെറുപ്പവും അല്ല നമ്മൾ നോക്കേണ്ടത്, ഈ തിന്മ ആരോടാണ് നമ്മൾ ചെയ്യുന്നത്, അവൻ്റെ മഹാത്മ്യം എത്ര വലുതാണ്, അവൻ്റെ അവമത്ത് എത്ര വലുതാണ്, ആരോടാണ് നമ്മൾ തിന്മ ചെയ്യുന്നത് എന്ന ഓർമ്മയെ അധികരിപ്പിച്ച് നമ്മൾ തിന്മ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഖൗഫ്, പേടി അധികരിപ്പിക്കുകയും നന്മ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ അള്ളാഹുവിനുള്ള പ്രതീക്ഷ അധികരിപ്പിക്കുകയും
സ്വർഗത്തെക്കുറിച്ചുള്ള ആഗ്രഹം അധികരിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്രകാരം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല അടിമകളുടെ കൂട്ടത്തിലായി ജീവിച്ച് മരിക്കാനും നാളെ പരലോകത്ത് പ്രവാചകന്മാരുടെയും സഹാബാക്കളുടെയും ഔലിയാക്കളുടെയും രക്തസാക്ഷികളോടും ഒപ്പം സ്വർഗവാസികളായി ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കുമേകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സഹോദരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും ദൂരീകരിച്ച് പരിപൂർണ്ണ ആഫിയത്ത് നൽകി അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ദുനിയാവിൽ നിന്ന് വിട പറയാനുള്ള തൗഫീഖ് അവർക്ക് ലഭിക്കട്ടെ. നമ്മുടെ മക്കളെ സ്വാലിഹ്യങ്ങളായ സന്താനങ്ങളാക്കി നമുക്ക് ഇഹലോകത്തും പരലോകത്തും കൺകുളിർമയാകുന്ന മക്കളാക്കി മാറ്റട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا ولوالدينا ولأساتذتنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.